ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് അയോധ്യാകാന്ഡം സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ എപ്രകാരമാണോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചത്, അതുപോലെ തന്നെ ഇനിയുള്ള ഭാഗങ്ങളും സാധിക്കും എന്നുള്ള ആശയോടുകൂടി ആരംഭിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കും. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നെൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടു. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല, പാർത്താൽ പരമശിവനത ആചാര്യനെ കൈതൊഴുന്നെൻ. ഓം ജനകായ നമ, ഓം ജനന്യേ നമ, ഓം ഗും ഗുരുഭ്യോ നമ, ഗം ഗണപതയേ നമ, സം സരസ്വതീ നമ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രീ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു. ഭരതനും അന്നേരം ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പൂരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തു വല്ലോ ഭവാനെ. ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്കനീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ. നീയവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതൊരു സന്തോഷചേതസാ
ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നീടിനാൻ. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗദം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ കോമള സ്നിഗ്ധധവളാംബരാസ്ത്രിതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം ശേതേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മന മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു നിദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായതി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായാരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗലദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടേ വസിക്കുന്നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമമർത്യ തടിനിയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ. 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടു ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതുകരിറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യാ കടത്തിയിടിനാനാദരാൽ. ഉമ്പത്തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതുവൻ പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസീന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനുമനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം. താനുമനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം. പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനം ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം തുഷ്ടികലർന്നരുൾ ചെയ്താനിതെന്തെടോ കഷ്ടമിക്കോപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്തവനാന്തരേ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നിൻ തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനെ
എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ. ഞാനേതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാമമ്മ തൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ ശുദ്ധനോ ഞാനതിനിപ്പാദപൽപ്പം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കെന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗലാത്മാനമേനം പുണർനീടിനാൻ. ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുളിനാൻ. കിംബഹുനാ വത്സ വൃത്താന്തമൊക്കെ ജ്ഞാനദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകുലാ കേൾക്കണീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസനായതി വിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്ര ലോകസമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അദ്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്ന വ്രാത നിർമ്മിതമുക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനം. കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുൻപിനാൽ. പശ്ചാത്ത സൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രമരാവതി സന്നിധേ. ഉത്ഥാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസർ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികെ. മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതപോധനമണ്ഡലേ. കാണാഞ്ഞൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കുത്ര വാഴുന്നൊരു ഭൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രി തൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദള പൂർണ്ണവല്ലീതരുഷഷ്പരമണീയ കാനന മണ്ഡലേ. ആമ്രകദളീപകുളപനസങ്ങളാമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദിനാനാ വിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ പുരംഗാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും. വൃക്ഷാഗ്രസംലഗ്നവൽക്കലലാംകൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാദ അരവിന്ദങ്ങൾ നൂതനമായ തിശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി. വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തദാരേണു തൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ മുന്നമ്മയാ കൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദപാംസുക്കളന്വേഷണം ചെയ്തുഴലുന്നിരേറ്റവും. വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും
ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതമിന്ദിരാ മന്ദിരോരസ്ഥലമിന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളിക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുത ശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവര പല്യംഗകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തിച്ച സംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വർത്തുസോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവിവത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഘ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ ഉഗ്രതൃഷാർത്തമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂഢമൂതം മുലയും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തൊന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചേർ വിലപിച്ചിരേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലൊക്കെ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാൻ ഹാ താത മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ ഹാ ഹാ ഹതോഹമനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ പിണ്ടം മധുസഹിതെങ്കുതീ സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധുസാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തഥ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചുത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമുഖവാക്യം ചിവിതന്നു കേൾക്കണം
ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീതമേ മാതാവു തന്നുടെ ദുഷ്കൃതം താവകചേതസി ചിന്തിക്കരുതു ദയാനിധേ ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ മധ്വാക്യമത്ര കേട്ടാലും കുമാരാനി യത്വയുക്തം മയാ തത്തഥൈവ ശ്രുതം താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്ന്നു ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാപാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴ്കമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിൻ തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിൻ തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന്നരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പനിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ മൂഢനായിടൊലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായാ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും ഈ 7 സംവത്സരാവധൂ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ ഇത്തം ഭരദോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാദുകാമുത്തമംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു വഹ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്ന
എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദീന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയിദാനം സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുദാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരെ. അത്രി തന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിദർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മ സാഫല്യമോർക്കനീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്നുപാതി പ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടു കൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭക്തുരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ച തുഷ്ടി കലർന്നു തപോധനനത്രയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായിതെന്നറിഞ്ഞേനഹം. നിൻ മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഏവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. പൂർവം രാമതപോവനാർഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം വേദോഗ്ധരാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ.